ഹായ് ഓൾ. ഇപ്പോൾ ഈ നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റേത് നിമിഷത്തേക്കാളും പ്രാധാന്യം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നാളെ നിങ്ങൾ ആരാവണമെന്ന് തീരുമാനിക്കുക. നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യവും ദിശാബോധവും നിശ്ചയിക്കുക. സ്വയവും സ്വന്തം ജീവിതവും മികവിലേക്ക് മെച്ചപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് 95% ആളുകളും കരുതുന്നില്ല എന്നതാണ് ഇടത്തരം ജീവിതാവസ്ഥയിൽ കുരുങ്ങി സഫലീകരിക്കപ്പെടാത്ത സാധ്യതകളുമായി കഴിച്ചുകൂട്ടാൻ അവർക്ക് കാരണമാകുന്നത് എന്നൊരു വാദമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകും എന്നതാണ് പൊതുവേ മനുഷ്യ സ്വഭാവം. ജീവിതം തന്നെത്താൻ ശരിയായിക്കൊള്ളുമെന്ന മട്ട്. എല്ലാവർക്കും അതെങ്ങനെ ശരിയാകാൻ? എന്നെങ്കിലും എല്ലാം ശരിയാകുമെന്ന മനോഭാവം തനിയെ ഒരിക്കലും മാറില്ല. അത് വച്ച് താമസിപ്പിക്കലിലേക്കും ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകളിലേക്കും നയിക്കുന്നു. നമ്മൾ ഒരു ദിവസം ഉയർന്നെണീറ്റ് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് സ്വയം അമ്പരക്കുന്നു. എങ്ങനെ എൻ്റെ ജീവിതം ഇவ்விധമായി? കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി എനിക്ക് മെച്ചപ്പെടാമായിരുന്നു എന്ന നഷ്ടബോധത്തിൽ ജീവിക്കുകയാണ് ഈ ലൈഫിലെ ഏറ്റവും കഠിനമായ സത്യവും ഈ ലൈഫിലെ ഏറ്റവും കഠിനമായ കാര്യവും. ഇപ്പോൾ ഈ നിമിഷമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച അത്യസാധാരണ ജീവിതം രൂപപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിയാണ് ഇന്നു മുതൽ സ്വയം സമർപ്പിച്ചില്ലെങ്കിൽ നാളെയോ അടുത്ത ആഴ്ചയോ മാസമോ വർഷമോ എന്ത് മാറ്റമാണ് വരുത്തുക? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ അത് മാറ്റണമെന്ന് പറയുന്നത്. സമൂഹത്തിലെ 95% പേരും ജീവിക്കാൻ കഷ്ടപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ ഭൂരിപക്ഷത്തെ പോലെ നാമും കഷ്ടതയിൽ ഒടുങ്ങും. ജാഗ്രത പുലർത്തേണ്ട, ഒഴിവാക്കേണ്ട ഇടത്തരം ജീവിതാവസ്ഥയുടെ കാരണങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മൂന്നാം ചുവടുകോൽ ഒടിച്ചിടുക അഥവാ ഇനി ഇല്ല എന്ന് തീരുമാനിക്കുക എന്നതാണ്. ഈ ദിവസം മുതൽ നിങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ പോകുന്നതെന്ത് എന്ന് ഇന്ന് തീരുമാനിക്കുക. നാളെയല്ല, അടുത്ത ആഴ്ചയോ മാസമോ അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം രൂപപ്പെടുത്താൻ നിങ്ങളെ പ്രാപ്തരാക്കും വണ്ണമുള്ള അനിവാര്യമായ മാറ്റങ്ങൾക്ക് തയ്യാറാണെന്ന തീരുമാനം ഇന്ന് തന്നെ നിങ്ങൾ കൈക്കൊള്ളണം. മുമ്പൊന്നും എത്തിച്ചേരാത്ത നിലയിൽ നിങ്ങളുടെ വ്യക്തിജീവിതവും തൊഴിൽ ജീവിതവും ഉയരണമെങ്കിൽ എക്കാലത്തേതിലും അധികം നിങ്ങൾ പ്രതിബദ്ധത പുലർത്തണം. ആ പ്രതിജ്ഞ ഏറ്റെടുക്കാൻ തയ്യാറാണോ നിങ്ങൾ? എങ്കിൽ ഇനി ഇടത്തരം ജീവിതാവസ്ഥയിൽ തുടരില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറും. ഷുവറായ കാര്യമാണ്. ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ദിവസമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം. ഇനിയുള്ള കാലം നിങ്ങൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ സ്വീകരിക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ആകയാൽ ഇന്ന്, ഇപ്പോൾ, ഈ പ്രസൻറ്റ് മൊമെൻ്റ് എന്നത് മാത്രമാണ് സത്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം. ഇടത്തരം മനോഭാവം എല്ലാവരിലുമുണ്ട്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയോ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന ബോധപൂർവമോ അല്ലാതെയുള്ള തീരുമാനമാണ് ഇടത്തരം ജീവിതാവസ്ഥയുടെ അടിസ്ഥാനം. മറ്റുള്ളവരുമായി എങ്ങനെ നിങ്ങൾ സ്വയം താരതമ്യപ്പെടുത്തുന്നു എന്നത് ഇടത്തരം മനോഭാവത്തിൽ വലിയ പങ്കൊന്നും വഹിക്കുന്നില്ല. പഠിക്കാനും വളരാനും ഉയരാനും സ്വയം സമർപ്പിക്കാനുമുള്ള വിമുഖതയുടെ ഫലമാണ് ലളിതമായി പറഞ്ഞാൽ ഇടത്തരം ജീവിതാവസ്ഥ. എന്നാൽ പഠിക്കാനും വളരാനും മുൻപത്തേതിനേക്കാൾ ഓരോ ദിവസവും അല്പമെങ്കിലും മെച്ചപ്പെടുത്താനുള്ള ഉറച്ച തീരുമാനമാണ് അസാധാരണ വിജയത്തിലേക്ക് നയിക്കുന്ന അസാധാരണത്വത്തിൻ്റെ അടിസ്ഥാനം. നാമൊക്കെ ഒരുപാട് കുറ്റബോധം അനുഭവിച്ചിട്ടുണ്ട്. കഴിയുന്നതിൽ കുറവ് മാത്രമേ ചെയ്യാനും നേടാനും ആയിത്തീരാനും കഴിഞ്ഞുള്ളൂ എന്ന് നാം നമ്മളോട് തന്നെ പരിതപിക്കുന്നു. ഇടത്തരം ജീവിതം ദിവസത്തിൽ തുടങ്ങി ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും അത് നീണ്ടുപോകുന്നു. ഇപ്പോൾ നമ്മയും നമ്മുടെ പ്രവൃത്തികളെയും മെച്ചപ്പെടുത്താൻ തുടങ്ങിയില്ലെങ്കിൽ ശരാശരി ജീവിതവും കഴിവുകൾ വിനിയോഗിക്കാനായില്ലെന്ന വിഷാദവും ഇനിയങ്ങോട്ട് നാം സൃഷ്ടിച്ച് നമ്മുടെ തന്നെ സ്വയം വിധിയായി മാറും. ഇപ്പോൾ മാറിയില്ലെങ്കിൽ ഇനി നാം മാറില്ലെന്നാണ് വാസ്തവം. നാം മെച്ചപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മെച്ചപ്പെടില്ല. എന്നിട്ടും നമ്മിൽ പലരും എല്ലാ ദിവസവും എണീക്കുന്നു, എന്നത്തെയും പോലെ തുടരുന്നു. നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ ലൈഫും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.